ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പായസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പായസമാണ്. ഇനി വിഷുവും പെരുന്നാളും എല്ലാം വരുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസം തന്നെയാണിത്. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1.25 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തത്. കടലപ്പരിപ്പ് കൊണ്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. ചെറുപയർ പരിപ്പല്ല, കടലപ്പരിപ്പ് 1.25 കപ്പ് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർന്ന് കിട്ടണം. 6 മണിക്കൂറിന് ശേഷം ഞാനിത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ആ കുക്കറിലിട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഒരു 5-6 വിസിൽ വരുമ്പോഴേക്കും നമ്മുടെ കടലപ്പരിപ്പ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതിനു മുമ്പ് തന്നെ ഞാനിവിടെ 2 തേങ്ങ ചിരകി പാലെടുത്ത് വെച്ചിരുന്നു. അതിൻ്റെ 3-ാം പാലാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ആ കടലപ്പരിപ്പിന് മുകളിൽ നിൽക്കുന്ന രൂപത്തിൽ പാലൊഴിച്ച് കൊടുക്കുക, അതാണ് ഇതിൻ്റെ കണക്ക്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഞാനൊന്ന് കുക്കർ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു 6 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഇനി വേണ്ടത് ചവ്വരിയാണ്. സാബൂനരി എന്നൊക്കെ പറയും ഇതിന്. അതൊന്ന് കഴുകിയെടുക്കണം. അത് കഴുകിയെടുത്ത് അതും ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. കാരണം ആ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കേണ്ടതാണ്, അല്ലാതെ കട്ട കെട്ടിപ്പോകും. കുറച്ച് വെള്ളമാണെങ്കിൽ കട്ട കെട്ടിപ്പോകും. അതിങ്ങനെ ഒരു ഗ്ലാസ് ബൗളിൻ്റെ ഒക്കെ രൂപത്തിലായി വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്ത് ഒന്ന് വെള്ളം ഊറ്റിയെടുക്കണം. ആ വെള്ളം കളഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കടലപ്പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. അത് തണയാൻ വേണ്ടി വെച്ചതാണ്. അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.25 കപ്പിന് 500 ഗ്രാം ശർക്കരയാണ് എടുത്തത്. ഇനി 2 കപ്പ് കടലപ്പരിപ്പ് ഉണ്ടെങ്കിലും 500 ഗ്രാം ശർക്കര തന്നെ മതിയാവും. അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് കടലപ്പരിപ്പ് എന്തായെന്ന് നോക്കാം. അത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. 500 ഗ്രാം ശർക്കരയിൽ ഞാൻ 10 ശർക്കരയാണ് ഇവിടെ ഉള്ളത്. 500 ഗ്രാം ശർക്കര 10 ശർക്കരയാണ്. അതാണ് മെൽറ്റ് ചെയ്യാൻ വെച്ചത്. ഇനി ഇതുപോലുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെക്കണം. അതിലേക്ക് ഒരു 3-4 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. അത് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ശർക്കര ഇവിടെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കടലപ്പരിപ്പ് ആ നെയ്യിലിട്ട് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി ഇതോണം ഒന്ന് വരണ്ട് കിട്ടണം. അപ്പോഴേക്കും അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ആ ശർക്കരപ്പാനിയും കടലപ്പരിപ്പും നെയ്യും കൂടി നല്ലോണം ഒന്നുകൂടി ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടിക്കിട്ടുക. ഈ ശർക്കരയിലും കടലപ്പരിപ്പ് നെയ്യിൽ കിടന്നങ്ങനെ വരണ്ട് വരുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് വരിക. അപ്പോഴേക്കും അതൊന്ന് റെഡി ആയി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ ഊറ്റി വെച്ച ചവ്വരിട്ട് കൊടുക്കാം. അത് കുറച്ച് നേരമായി ഊറ്റി വെച്ചിട്ട്, അതുകൊണ്ടാണ് കട്ട കെട്ടിപ്പോയത്. ആ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കട്ട കെട്ടുകയൊന്നുമില്ല. അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ 2-ാം പാല്, 2 തേങ്ങ ചിരകി വെച്ചതിൻ്റെ 2-ാം പാല് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് 3-ാം പാല് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് പൊടിച്ച ജീരകവും ഏലക്കായും ഇട്ട് കൊടുക്കാം. ഇനി 3-ാം പാല് ഒഴിച്ചു കൊടുക്കുക. അത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മുടെ പായസം നല്ല അത്യാവശ്യം തിക്കിലാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒന്ന് തണയുമ്പോൾ എന്തായാലും തിക്കായി കിട്ടും. അതിനനുസരിച്ച് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ഒന്നും ഈ ആവശ്യമില്ല ഈ പായസത്തിന്. ഇപ്പം തന്നെ വളരെ ടേസ്റ്റുള്ളൊരു പായസമാണ്. കുടിച്ചാൽ നമുക്ക് മതിയാവുകയല്ല, അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു പായസമാണിത്. ഈ വിഷുവിന് അല്ലെങ്കിൽ ഈ പെരുന്നാളിനൊക്കെ എല്ലാവരും ഇതുപോലുള്ളൊരു പായസം ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്കിത് ഒന്ന് കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പ്, മുന്തിരി,
തേങ്ങാക്കൊത്ത് എല്ലാം ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 സ്പൂൺ നെയ്യും ബാക്കി വെളിച്ചെണ്ണയാണ് എടുത്തത്. നെയ്യ് തന്നെ വേണമെങ്കിലും, നെയ്യുടെ ചുവ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ നെയ്യ് തന്നെ ഇത് മൂപ്പിച്ച് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ പായസം അടിപൊളി ടേസ്റ്റാണ് വരിക. ആ ഉള്ളിയുടെയും തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോഴേക്കും നമ്മുടെ പായസത്തിന് ഭയങ്കര ടേസ്റ്റാണ്. അതൊന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്, വീണ്ടും വീണ്ടും ഞാൻ പറയുന്ന അത്രയ്ക്ക് ടേസ്റ്റുള്ള പായസമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റാണ്. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ഒന്നും ഒഴിച്ചിട്ടില്ല. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.